ഹലോ, ഇന്നൊരു കിടിലൻ കൂന്തൽ ഫ്രൈ റെസിപ്പിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഒരു 1/2 കിലോഗ്രാം കൂന്തൽ നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. അതൊരു ടീസ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ലെമണിൻ്റെ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. സമയം ഉണ്ടെങ്കിൽ വെച്ചോളൂ, ഇല്ലെങ്കിൽ അപ്പം തന്നെ നമുക്ക് പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കൂന്തൽ ഫ്രൈ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള നമ്മുടെ കൂന്തളും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് കൂന്തലൊന്ന് വേവിച്ചെടുക്കാം. കൂന്തലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ, ഇല്ലെങ്കിൽ ഭയങ്കര പൊട്ടിത്തെറിക്കും പുറത്തേക്കൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര പേടി കേട്ടോ. കൂന്തലൊക്കെ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഞാൻ അടച്ചു വെച്ചിട്ടാണ് പൊരിച്ചെടുക്കൽ. അപ്പോൾ ഇനി അതിൻ്റെ മറ്റേ സൈഡൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കൂന്തൽ. ഇനി നമുക്ക് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് നല്ല മുരിഞ്ഞിട്ട് നല്ല കൂന്തൽ ഫ്രൈ എടുക്കാം. അപ്പോൾ ഇനി അതിന് ശേഷം കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി കൂന്തൽ ഫ്രൈ റെഡി. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.